ഹലോ, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഞാനിന്ന് ചിക്കൻ ഹോട്ട് കൊണ്ടൊരു സ്പൈസി കുറുമയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഹോട്ട് കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് 200 ഗ്രാം ചിക്കൻ ഹോട്ട് ഡോഗാണ്. ഇത് ഞാൻ 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ തന്നെ എടുത്ത് പൊട്ടിപ്പോകരുത്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും 2 മിനിറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഹോട്ട് ഡോഗ്സ് പെട്ടെന്ന് പൊട്ടി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് അത് ഞാൻ ആറിയതിന് ശേഷം ഇതുപോലെ വട്ടം അരിഞ്ഞെടുത്തതാണ്. നേരിയതായിട്ട് ഉണ്ടോ ഇതുപോലെ. ഇത്രയും വേണമെങ്കിൽ ഇതിനും കൂടി കുറച്ചുകൂടി കട്ടിയാകാം. ഇതുപോലെ അരിഞ്ഞെടുത്താണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് സൺഫ്ലവറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മറ്റേ റൈസ് ബ്രൗൺ കുക്കിംഗ് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് അതും ഉപയോഗിക്കാം. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാനിതിലേക്ക് ഇതിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോണേ. ഇതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. നമുക്കപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണിത്. പിന്നെ ഒരു മീഡിയം തക്കാളി അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ കഷ്ണമാക്കിയതാണ്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കഷ്ണമാക്കിയത്. പിന്നെ ഒരു വലിയ പച്ചമുളകായിരുന്നു. അത് 2ആക്കി പിളർന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ചെറിയ പച്ചമുളകാണെങ്കിൽ 2 വേണം. ഇത് നമുക്കിത് എണ്ണയിൽ സോട്ട് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അതാണ് ഇത്രയും വലുതാക്കി അരിഞ്ഞിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് വേണം. നമുക്കത് എണ്ണയിൽ മൂപ്പിക്കാൻ. പിന്നെ കുറച്ച് മല്ലിയില വേണം. കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ തന്നെ ടർമറിക് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പട്ടയും കറിയാമ്പ്, ഏലക്ക, ഒരു 2-3 കുരുമുളക് എല്ലാം കൂടി പൊടിച്ചത്. അതെല്ലാം കൂടി ഒരു 1/2 ടീസ്പൂൺ കാണും. അതും കൂടി ഇതിനകത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിടാനുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഹോട്ട് ഡോഗ്സ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതിൻ്റെ വെള്ളം എടുത്ത് വാലാനായിട്ട് വെക്കണം. കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് സവാള വാട്ടാൻ പോകുന്നു. സവാള മാത്രമല്ല, എല്ലാം കൂടി ഇട്ട് നമുക്ക് വാട്ടാം. ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് സോട്ടാകട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇതെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടു. കുറച്ച് കാഷ്യൂ പേസ്റ്റ് വേണം. ഒരു 15 കാഷ്യൂസ് കുതിർത്തിട്ട് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ, നേരത്തെ ഇടുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിലിട്ടാൽ മതി. ഇത് പെട്ടെന്ന് അത് ഇതായി കിട്ടണം, സോക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നേരെ ചൂടുവെള്ളത്തിലിട്ടാൽ മതി. ഞാൻ രാവിലെ ഇട്ട് വെച്ചതാണ്. അത് ഒന്ന് അതിൻ്റെ ടേസ്റ്റും കൂടി വേണം ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്ത് വയ്ക്കാം. കാഷ്യൂ പേസ്റ്റ് അതും കൂടി വേണം. ഇത് ഏകദേശം സോട്ടായി വരുന്നുണ്ട്. നമുക്കിത് ഒന്ന് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനത് മറന്നുപോയി. ഉപ്പ് എടുക്കട്ടെ. സവാളയ്ക്ക് വേണ്ട ഉപ്പ്. പിന്നെ ഹോട്ട് ഡോഗിന്
ആവശ്യത്തിന് ഉപ്പുള്ളതാണ് കേട്ടോ. അതിനകത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർന്നിട്ടുണ്ട്, എരിവുള്ളതാണത്. അപ്പോൾ നിങ്ങൾ കുട്ടികളുള്ള വീടാണെങ്കിൽ നിങ്ങളത് എരിവ് ശ്രദ്ധിച്ച് ചേർക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റീസ് കുറച്ചെടുക്കാൻ മതി. മുളക് പൊടിയൊക്കെ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മാത്രം മതി. അതിൽ കൂടുതലൊക്കെ എടുത്തിട്ട് മല്ലിപ്പൊടിയുടെ കൂടുതൽ മണം വന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിട്ട് മാറാതെ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് മല്ലിപ്പൊടി വളരെ കുറച്ച് മതി. അപ്പം ഞാൻ സോട്ട് ചെയ്ത മസാലയൊക്കെ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാഷ്യൂസ് കുതിർത്താനിട്ടിരുന്നത് അതും അരച്ചെടുത്തിട്ട് ഏകദേശം 1/4 കപ്പോളം കാഷ്യൂ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ വേറൊരു പാനാണ് വെച്ചിരിക്കുന്നത്, അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാനിത് റൈസ് ബ്രാൻ കുക്കിംഗ് ഓയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ വെളിച്ചെണ്ണ തന്നെ വേണമെന്നുള്ളവർക്ക് അതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ട് നമുക്ക് ഇത്തിരി തീ കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ അവസാനം നോക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ മസാല അരച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഹോട്ട്ഡോഗിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അവസാനം ഇറക്കുന്നതിന് മുന്നേ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ തന്നെ ജിഞ്ചർ പേസ്റ്റും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാളയൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിൽ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, പിന്നെ ഗരം മസാല എല്ലാം കൂടി ഇന്നത്തേക്ക് ചേർക്കും. നേരിയ തീയിൽ വെക്കണം കേട്ടോ. അത് നമുക്കൊന്നത് സോട്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകും. പിന്നെ നമ്മൾ മറ്റേ ഗ്രേവി നന്നായിട്ട് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് ഇതിനകത്ത് കിടന്ന് കുക്കായിക്കോളും. ഈ ഗ്രേവി ഒന്ന് സോൾട്ടാകും. ഇപ്പോൾ ഗ്രേവിയൊക്കെ സോൾട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അണിയൻ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത് അരപ്പിൻ്റെ കൂടെ ഇത് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ഹോട്ട്ഡോഗ്സൊക്കെ ഇതിനകത്ത് കിടന്ന് വേകാനുള്ളതൊന്ന് സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം വേണ്ടി വരും. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം.
കാഷ്യൂ പേസ്റ്റ് ഇടുമ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു. ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് ഹോട്ട് ഡോഗ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കിടന്നതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഇതുമേലെ പിടിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായി, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കഴിഞ്ഞു. നമ്മുടെ സ്പൈസി ചിക്കൻ ഹോട്ട് ഡോഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. പിന്നെ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഹോട്ട് ഡോഗ് തിക്ക് ഗ്രേവി കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പൈസിയാണ് ഈ കറി. ഞാനത് ഗീ റൈസിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഗീ റൈസ് നമുക്കിത് ഇതുപോലെ കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തി, പൂരിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ പറ്റും. നല്ലൊരു കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ, ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. ബൈ.